ആലപ്പുഴ മാന്നാറിൽ ജൽജീവൻ മിഷന്റെ കുഴിയിൽ വീണ അപകടം. ബൈക്ക് യാത്രികൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ജൽജീവൻ മിഷന് വേണ്ടി എടുത്ത കുഴി മൂടാതെ കിടക്കുകയായിരുന്നു. അശ്വിൻ പാലാഴി ആ വാർത്തയുടെ വിവരങ്ങൾ വച്ചിരുന്നു. അശ്വിൻ, ആ ലോറി അവിടെ നിർത്തി വേഗത കുറവായത് കാരണം കഷ്ടിച്ച് എസ്കേപ്പ്. അശ്വിൻ. തീർച്ചയായും ഹാഷ്മി, റോഡിന്റെ നടുക്ക് ഏകദേശം നടുഭാഗത്തായാണ് ഈ ജലജീവൻ മിഷന്റെ പൈപ്പിന് വേണ്ടിയുള്ള കുഴി എടുത്തിരുന്നത്. ആ ലോറി ഒരു വേഗത കുറച്ച് മറുവശത്തേക്ക് ഒതുക്കാനായി ശ്രമിക്കുകയായിരുന്നു. ഒരു കാറിന് സുഗമമായി കടന്നു പോകാൻ കഴിയുന്ന ഗ്യാപ്പ് ലോറിയുടെ ഇടതുവശത്തുണ്ട്. ആ വഴി ബൈക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെയാണ് ആ കുഴിയിൽ വീണ ബൈക്കിന്റെ മുൻവശത്തെ ടയർ കുഴിയിൽ വീഴുന്നത്. ആ സമയത്ത് രണ്ട് ടയറുകൾക്കിടെ ടിപ്പറിന്റെ 2 ടയറുകൾക്ക് നടുവിലേക്കാണ് ഈ ബൈക്ക് യാത്രികൻ വീഴുന്നത്. ആ ടിപ്പർ അവിടെ നിർത്തിയില്ലായിരുന്നെങ്കിൽ, അതിന്റെ വേഗത കുറച്ചില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ഓർക്കാൻ കൂടി കഴിയാത്തൊരു കാര്യമാണ്. ആ വാർത്തയുടെ ആംഗിൾ തന്നെ മാറിപ്പോയനെ എന്നുള്ള ഒരു കാര്യമുണ്ട്. എന്തായാലും ആ ടിപ്പർ സമയോചിതമായി നിർത്തി വലിയ അപകടം ഒഴിവായി. ചെറിയ പരിക്കുകൾ മാത്രമാണ് ബൈക്ക് യാത്രികനുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ ജലജീവൻ മിഷന്റെ അധികൃതരെ വിളിച്ചിരുന്നു. ഇവർ പറയുന്നത് ഈ സമീപകാലത്തൊന്നും അവിടെ നിർമ്മാണം നടന്നിട്ടില്ല, 1.5 വർഷം മുമ്പാണ് നിർമ്മാണം നടന്നിട്ടുള്ളതാണ്. അതായത് 1.5 വർഷം മുമ്പ് പൈപ്പിടാൻ വേണ്ടി കുഴിച്ച കുഴിയാണ്. കാലം ഇത്രയുമായിട്ടും അത് മൂടിയിട്ടില്ല. നേരാം വണ്ണം അവിടെ മെയിൻ്റനൻസ് വർക്കുകൾ നടന്നിട്ടില്ല. അതാണ് ഈ അപകടത്തിന് കാരണം എന്നുള്ളത് നാട്ടുകാരടക്കം പരാതിപ്പെടുന്നുണ്ട്. അത് മാന്നാർ ഈ ഭാഗത്ത് മാത്രം പ്രശ്നമല്ല, പലയിടങ്ങളിലും കിലോമീറ്ററുകളോളം ദൂരം ഇങ്ങനെ കിടക്കുകയാണ്. വലിയ കുഴി വന്നിടത്തൊക്കെ ചെറിയ കല്ലുകളൊക്കെ വെച്ച് അത് ഉയർത്തിയിട്ടുണ്ട്. അത് ഇതിലും വലിയ അപകട സാഹചര്യമാണ് അവിടെ ഉള്ളത്. നിലവിൽ എന്തായാലും മാന്നാർ പഞ്ചായത്തിന് കീഴിലാണ് ജലജീവൻ മിഷന്റെ നിർമ്മാണ ജോലികൾ നടന്നിരുന്നത്. വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇതിന്റെ മേൽനോട്ടം വഹിച്ചിരുന്നതും. നിലവിൽ ഇതിൽ നടപടികളിലേക്ക് കടന്നിട്ടില്ല. സംഭവം വാർത്തകളിലൂടെ ആണ് പുറത്തു വരുന്നത്. ഇനിയിപ്പോൾ ഏതെങ്കിലും തരത്തിൽ നടപടി ഉണ്ടാകുമോ, പരാതിയുമായി ഈ ബൈക്ക് യാത്രികൻ പോകുമോ എന്നടക്കമുള്ള കാര്യങ്ങളിലും സംശയമുണ്ട്. നിലവിൽ എന്തായാലും അദ്ദേഹം വലിയ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഹാഷ്മി. ഓക്കെ, അശ്വിൻ പാലാഴിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ടിപ്പർ ലോറി അവിടെ യഥാർത്ഥത്തിൽ അവിടെ എന്തോ കാരണം കൊണ്ട് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് മാത്രമാണ്. എന്നാൽ അത് വേഗത കുറച്ച് വന്ന് അവിടെ നിർത്തുമായിരുന്നു. ആ നിർത്തിയ സമയത്താണ് ബൈക്കുകാരൻ ആ കുഴി വീണ് ആ ടിപ്പറിനടിയിലേക്ക് തന്നെ വീണ് പോയി. എന്തായാലും അത് വണ്ടി ഓടിക്കുകയായിരുന്നെങ്കിൽ നമ്മുടെ വാർത്ത ദുരന്ത വാർത്തയെപ്പോലെ അതുണ്ടായില്ല. ഭാഗ്യം. കുഴി അടക്കട്ടെ ഇനിയെങ്കിലും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.